നമ്മൾ അവിടെ ഒരു മൾട്ടിസ്റ്റാഡ 950S ഉണ്ട്. ഇത് നമ്മുടെ V4S ആണ് ഇരിക്കുന്നത്. മൾട്ടിസ്റ്റാഡ V4S ആണിത്. ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഞാൻ അധികം കണ്ടിട്ടില്ല, അധികമൊന്നുമല്ല, ഞാനിപ്പോൾ നേരിട്ട് കാണുന്ന ഫസ്റ്റ് ടൈം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു 600i പോലെയൊക്കെ തോന്നും, പക്ഷേ ഒരിക്കലും 600i അല്ല, 899 ആണിത്. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ജസീൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗായ്സ് ഇന്ന് നമ്മളുള്ളത് എറണാകുളത്താണ്. എറണാകുളം നമ്മുടെ എക്സ്പെഡീഷൻ മോട്ടോഴ്സിലാണ്. അങ്ങനെ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകത്തില്ല, നമ്മുടെ മലു ട്രാവലറില്ല, ഷക്കർ ബ്രോഡ് ഷോപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് കുറച്ച് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മൾ നോക്കുന്ന ടൈമിൽ ഇവിടെ നമ്മുടെ ഹാർലിയുടെ ഒരു മോഡൽ ഇരിപ്പുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെ സ്ട്രീറ്റ് റോഡാണ് വന്നേക്കുന്നത്. ഇത് 2017 മോഡൽ വണ്ടിയാണ്. ഇത് 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വന്നിട്ട് 4,30,000 ആണ് ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വന്നേക്കുന്നത്. ഇത് തേർഡ് ഓണർ വണ്ടിയാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നീറ്റായിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഇതേ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടിക്ക് അത് സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതേ കണ്ടില്ലേ, ലുക്സൊക്കെ കണ്ടില്ലേ, കിട്ടില്ല ലുക്സാണ് കേട്ടോ വന്നേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ BMW 310 GSലേക്ക് പോവാം. ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ BMW 310 GS വന്നേക്കുന്നത്. ഇതൊരു റാലി എഡിഷൻ മോഡലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ സ്പെക്സ് നമ്മൾ നോക്കുന്ന ടൈമിൽ 2022 മോഡലാണ്. ഇത് 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് സിംഗിൾ ഓണർ വണ്ടിയോടാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വന്നിട്ട് 3,65,000 ആണ് വന്നേക്കുന്നത്. 3,65,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വന്നേക്കുന്നത്. ഇത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഷോറൂമിൽ നിന്ന് ഇറക്കി ആ ഒരു സെറ്റപ്പ് ഇരിക്കുന്ന ഒരു വണ്ടി കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതേ കണ്ടില്ലേ, ഞങ്ങൾക്കിപ്പം കാണും മനസ്സിലായി കാണും. നമുക്ക് ഇനി അടുത്ത മോഡലിലേക്ക് പോവാം. ഇത് നമ്മുടെ ഡ്യൂക്ക് 390 വന്നിരിക്കുന്നത്. ഇത് ഇവിടത്തേക്കുള്ള അല്ല, ഇത് നമ്മുടെ മലപ്പുറത്തുള്ള DC മോട്ടോഴ്സില്ലേ, അവിടത്തേക്കുള്ള വണ്ടിയായിരുന്നത്. ഞാൻ ഇനി ഒരു റെയർ സാധനം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബെൻലിയുടെ 899. സാധനം അങ്ങനെയുണ്ട്, കിടിലല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ലുക്കൊക്കെ ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഞാൻ അധികം കണ്ടിട്ടില്ല, അധികമൊന്നുമല്ല, ഞാനിപ്പോൾ നേരിട്ട് കാണുന്ന ഫസ്റ്റ് ടൈം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു 600i പോലെയൊക്കെ തോന്നും, പക്ഷേ ഒരിക്കലും 600i അല്ല, 899 ആണിത്. ഇതേ കണ്ടില്ലേ, ഡ്യുവൽ ഡിസ്കൊക്കെയാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. ഇതിൻ്റെ ഹെഡ് കണ്ടില്ലേ, ഹെഡ് തന്നെയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ആ ലുക്ക് കണ്ടില്ലേ, വാട്ട് എ ബ്യൂട്ടി മേ, ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ. ഇൻലൈൻ 4 ആണ് വരുന്നത്. മാരക സൗണ്ട് കേട്ടോ ഇതിൻ്റെ. അല്ലെങ്കിലും ബെൻലി എന്ന് പറയുന്ന ഒരു സൗണ്ടിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തൊരു ബ്രാൻഡാന്ന് വേണേൽ പറയാം. അടുത്ത് നമ്മൾ നോക്കുന്ന ട്രയംഫിൻ്റെ ബോബറാണ്. ഇതിൻ്റെ മോഡൽ വന്നിട്ട് 2018-19 മോഡൽ വണ്ടിയാണ് വന്നേക്കുന്നത്. ഇത് ഏകദേശം ഓടിയേക്കുന്ന 8,600 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വന്നിട്ട് 865 ആണ് ഇത് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. നീറ്റ് വണ്ടി കേട്ടോ, ഒരു രക്ഷയില്ല ലുക്കൊക്കെ കാണാനായിട്ട്. ഇതേ കണ്ടില്ലേ, ആ സീറ്റൊക്കെ കണ്ടില്ലേ, നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര സീറ്റേജ് കുറഞ്ഞൊരു വണ്ടി കേട്ടോ. എല്ലാവർക്കും ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ് വണ്ടി. അത് ബോബറാണിത്. സിംഗിൾ സീറ്റാണ് വരുന്നത്. നൈസ് കേട്ടോ, നൈസ് ലുക്കാണ് സാധനം വന്നേക്കുന്നത്. ഇതെല്ലാം കേരള വണ്ടീസാണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ. ഞാനിപ്പം കാണിച്ചേക്കെ ഒരു രക്ഷയില്ലാത്ത ലുക്കാട്ടോ. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടോ. ഇതേ ഗൈസ്, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെ സൂപ്പർ ഗ്ലൈഡ് കേട്ടോ. ഇത് 2013 മോഡൽ വണ്ടിയാണ് വന്നേക്കുന്നത്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 6th ഓണർ വണ്ടിയാണ്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വാലിഡാണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് വന്നിട്ട് 6,95,000 രൂപയാണ് ആസ്കിങ് പ്രൈസ് വന്നേക്കുന്നത്. ഇതേ കണ്ടില്ലേ, ലുക്കൊക്കെ കണ്ടില്ലേ, നല്ല നീറ്റ് സാധനം കേട്ടോ. ഈടിലും ലുക്കും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഒരു രക്ഷയില്ല സാധനം കാണാനായിട്ട്. ഇനി ഇവിടെ കുറേ ബീസ്റ്റുകളൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്രയംഫിൻ്റെ തണ്ടർബേർഡാണ്. ഇത് 2017 മോഡൽ വണ്ടിയാണ്. 6,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇത് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 965 ആണ് ഇത് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് കേട്ടോ. നല്ല പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് പിന്നെ ട്രയംഫിൻ്റെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സീറ്റൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിയ ബൾക്കായിട്ടുള്ള ഒരു സീറ്റാട്ടോ. ഏത് തരത്തിലുള്ള നിതംബങ്ങൾ വേണമെങ്കിലും ഇതിനകത്തിരിക്കും. നമുക്ക് പിന്നെ ഇവിടുത്തെ ഈ ചെറിയ പില്ലൻ സീറ്റ് നോക്കുന്ന ടൈമിൽ ചെറിയൊരു സീറ്റ് വന്നേക്കുന്നത്. ഇതിനകത്താണ് ഓഡോമീറ്ററും ടൈക്കോമീറ്ററും ഒക്കെ വന്നേക്കുന്നത്. അത്യാവശ്യം ഭയങ്കര മാസീവായിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഫ്രണ്ടിലത്തെ ആ റെസ്റ്റൊക്കെ കണ്ടില്ലേ, ഫുഡ് റെസ്റ്റൊക്കെ വന്നേക്കുന്ന കണ്ടില്ലേ. മറ്റേ നമ്മൾ കാറിലൊക്കെ കാല് വെക്കത്തില്ല, അതേ കണക്കിരിക്കുന്നു.
കൊള്ളാം കേട്ടോ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡ്യുക്കാറ്റിയുടെ മൾട്ടിസ്ട്രാഡ 950S ആണ് കേട്ടോ. ഇത് 2020-22 മോഡൽ വണ്ടിയാണ് വന്നേക്കുന്നത്. ഇത് ഓടിയേക്കുന്ന കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 9500 കിലോമീറ്റേഴ്സാണ് ഓടിയേക്കുന്നത്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഇത്. പിന്നെ തമിഴ്നാട് രജിസ്ട്രേഷനാണ് വണ്ടി വന്നേക്കുന്നത്. ഇത് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 13 ലക്ഷമാണ് ഇത് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. നീറ്റ് വണ്ടി കേട്ടോ. ടയേഴ്സും എല്ലാം നല്ല ഗുഡ് ക്വാളിറ്റി ടയേഴ്സ് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇത് ബാർക്ക് ബസ്റ്റേഴ്സിൻ്റെ ഒരു ലിവർ ഗാർഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തപ്പോൾ ഉണ്ട്. ഇത് അത്യാവശ്യം വലിയ ബൾക്കായിട്ടുള്ള വൈസറാട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തൊരു വൈസറാണെന്നാണ് തോന്നുന്നത്. ഇതേ കണ്ടില്ലേ, അത്യാവശ്യം നീറ്റ് കണ്ടീഷൻ വണ്ടി കേട്ടോ. ക്ലീൻ ക്വാളിറ്റി എല്ലാം അതേപോലെ തന്നെ ഉണ്ട്, ഒരു രക്ഷയില്ല ലുക്കും കാര്യങ്ങളൊക്കെ. നമ്മൾ അവിടെ ഒരു മൾട്ടിസ്ട്രാഡ 950S ഉണ്ട്. ഇത് നമ്മുടെ V4S ആണ് ഇരിക്കുന്നത്. മൾട്ടിസ്ട്രാഡ V4S ആണിത്. ഇതിൻ്റെ ഒരു നമ്മൾ സ്പെക്ക് നോക്കുന്ന ടൈമിൽ 2021 മോഡൽ വണ്ടിയാണ്. ഇത് ഓടിയേക്കുന്നതെന്ന് വെച്ചാൽ 7000 കിലോമീറ്റേഴ്സ് മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 13 ലാക്കാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. എന്ന് വെച്ചാൽ 13 ലക്ഷമാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ജസ്റ്റ് 7000 മാത്രം ഓടിയ ഒരു പുതുപുത്തൻ വണ്ടിയാണ് കേട്ടോ. ഇത് നമ്മുടെ 2021 മോഡൽ മൾട്ടിസ്ട്രാഡ V4S കേട്ടോ. ഇതേ ലുക്കൊക്കെ കണ്ടില്ലേ, ഓയിലിങ്സിൻ്റെ സസ്പെൻഷൻ വരുന്നുണ്ട്. കംപ്ലീറ്റ് കിടിലൻ സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. നൈസാ അതെ കൊടുത്തേക്കുന്നുണ്ടില്ലേ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെ അയൺ 883 ആണ് വന്നേക്കുന്നത്. ഇത് 2013 മോഡൽ വണ്ടിയാണ് വന്നേക്കുന്നത്. ഏകദേശം ഓടിയേക്കുന്നത് 13000 കിലോമീറ്റേഴ്സ് മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ. 4th ഓണർ വണ്ടിയാണ്. ഇത് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 5,20,000 ആണ് ഇത് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഇത് ഇവിടെ കൊടുത്തപ്പോൾ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം വേണ്ടവർക്ക്. ഇത് നീറ്റായിട്ടുള്ള വണ്ടിയാണ്, അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ഒരു മോട്ടോർ സൈക്കിളാണെന്ന് പറയാം. ഇത് ഇവിടെ 883 ഒരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തപ്പോൾ ഉണ്ട്. നീറ്റാണ് സാധനമൊക്കെ കണ്ടിട്ട്. സീറ്റിൻ്റെ ഇവിടെ ചെറിയൊരു ഇതുണ്ട്. ഇത് 2013 മോഡൽ വണ്ടിയല്ലേ, അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇത് മാത്രമല്ല സീറ്റ്. ഇത് അല്ലാതെ നമ്മൾ നോക്കുന്ന ടൈമിൽ ഭയങ്കര മാസീവായിട്ടുള്ളൊരു വണ്ടി കേട്ടോ. ഇത് ടയർ സൈസൊക്കെ കണ്ടില്ലേ, പുത്തൻ ടയേഴ്സാണ് ബാക്കിലും ഫ്രണ്ടിലും വന്നേക്കുന്നത്. നീറ്റ് വണ്ടിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, നോക്കാൻ പോകുന്നത് നമ്മുടെ ഹാങ്സങ്ങിൻ്റെ അക്കീല 650 കേട്ടോ. അക്കീല പ്രോ 650 അത്യാവശ്യം റയറായിട്ടുള്ള വണ്ടി കേട്ടോ. അത് ഒരു കളക്റ്റീവ് പീസാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇപ്പം പ്രൊഡക്ഷൻ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അധികം ആൾക്കാർക്ക് ഈ വണ്ടിയെ പറ്റി അറിയത്തില്ല കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പെക്ക് ചെയ്യാൻ പറഞ്ഞുതരാം. ഇത് 2016 മോഡൽ വണ്ടിയാണ് വന്നേക്കുന്നത്. 14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3rd ഓണർ വണ്ടിയാണ്. ഇത് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് വെച്ചാൽ 2,98,000, 2,98,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 3 ലാഖിനെ അടുപ്പിച്ച്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണിയാന്ന് തോന്നുന്നു. ഒരു 650cc വെച്ച് നോക്കുമ്പോൾ നൈസ് കേട്ടോ വണ്ടി. എക്സോസ് നോട്ടൊക്കെ കേൾക്കണം, ഒരു രക്ഷയില്ല. ഞാൻ നോക്കട്ടെ, എക്സോസ് നോട്ട് കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം, അല്ലെങ്കിൽ ഐ ആം റിയലി സോറി ഗൈസ്. ഇത് KA മോഡൽ വണ്ടി കേട്ടോ. സോറി, KA രജിസ്ട്രേഷൻ, കർണാടക രജിസ്ട്രേഷൻ വണ്ടി. ഇത് വണ്ടി അത്യാവശ്യം നീറ്റും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണിയാന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം, ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ അക്കീല പ്രോ എന്ന് കൊടുത്തപ്പോൾ ഉണ്ട്, ഇവിടെ EFI എന്ന് കൊടുത്തപ്പോൾ ഉണ്ട്. അത്യാവശ്യം വലിയൊരു സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു ക്രൂസർ ബൈക്ക് കേട്ടോ. ഒരു നമ്മുടെ V2 V4 ഒക്കെ ഇരിക്കുന്ന അതേപോലൊരു ഇതിൽ തന്നെ ഇതിനും വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അതിൻ്റെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നൈസാകാർ സംഭവം കാണാനായിട്ട് കൊള്ളാം. ഇത് ഗൈസ്, അങ്ങനെ നമ്മൾ ഒരുവിധം ബൈക്സിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അന്ന് വന്ന ടൈമിൽ ഒരുവിധം ഇഷ്ടം പോലെ കളക്ഷനുണ്ട്. ഒരുവിധം നല്ല ഇഷ്ടം പോലെ കളക്ഷനുണ്ട്. പക്ഷേ ഇന്ന് കളക്ഷൻ ഇച്ചിരി കുറവാണ് കേട്ടോ. മെയിനായിട്ട് മറ്റേ വേറെ മലപ്പുറത്തുള്ള ഷോപ്പില്ലേ, അവിടേക്ക് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് കളക്ഷൻ ഇപ്പോൾ ഇവിടെ കുറവായത്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോട് നോക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.